നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരം ജീവജാലങ്ങളുണ്ട് ഭൂമിയിൽ. കാഴ്ചയിൽ തന്നെ ചില ജീവികൾ അപകടമാണെന്ന് നമുക്ക് മനസ്സിലാകും. കാഴ്ചയിൽ ഭംഗിയുള്ളതും എന്നാൽ വളരെയധികം അപകടകാരികളുമായ നിരവധി ജീവികൾ ഈ ഭൂമിയിലുണ്ട്. അത്തരത്തിൽ അപകടകാരിയായ സുന്ദരൻ തവളയാണ് ഗോൾഡൻ പോയിസൺ ഫ്രോഗ്. 10 മനുഷ്യരെ വരെ കൊല്ലാൻ വെറും 3 മിനിറ്റ് മതിയാകും ഈ കുഞ്ഞൻ ഭീകരന്. ഗോൾഡൻ പോയിസൺ ഫ്രോഗ് എന്ന് ഈ തവളയ്ക്ക് പേരു ലഭിച്ചത് അതിന്റെ ചർമ്മത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വിഷസ്രവങ്ങൾ കൊണ്ടാണ്. ഈ സ്രവങ്ങളിൽ മനുഷ്യരിൽ പക്ഷാഘാതത്തിനും മരണത്തിനും കാരണമാകുന്ന ബാട്രാചോട്ടോക്സിൻ എന്ന ശക്തമായ ന്യൂറോടോക്സിൻ അടങ്ങിയിട്ടുണ്ട്. വാസ്തവത്തിൽ ഒരു തവളയിൽ ഏതാണ്ട് 10 മനുഷ്യരെ കൊല്ലാൻ ആവശ്യമായ വിഷാംശം അടങ്ങിയിട്ടുണ്ട്, അതും വെറും 3 മിനിറ്റിനുള്ളിൽ. കൊളംബിയയിലെ വേട്ടക്കാർ ഈ തവളയുടെ വിഷം ഉപയോഗിച്ച് വേട്ടയാടാൻ ആവശ്യമായ ആയുധങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അവ വളരെ വിഷാംശമുള്ളവയുമാണ്. തവളയെ സ്പർശിക്കുന്നത് പോലും മരണം വിളിച്ചു വരുത്തും. നാഡീവ്യൂഹത്തെ നശിപ്പിക്കാൻ കഴിയുന്നത്ര ശക്തമാണ് ഇതിന്റെ വിഷം. മൂർഖൻ പാമ്പിനേക്കാൾ അപകടകാരിയാണ് ഗോൾഡൻ പോയിസൺ ഫ്രോഗ്. 2 ഇഞ്ച് നീളമുള്ള ഈ തവളയുടെ 2 തുള്ളി വിഷം മതിയാകും ആരെയും കൊല്ലാൻ. കുങ്കുമം, ഇളം പച്ച നിറങ്ങളിലും ഇവയെ കാണപ്പെടുന്നുണ്ട്. തവളയുടെ നിറം കൂടുന്തോറും വിഷാംശം കൂടുതലാണെന്നും ഒരു പഠനം പറയുന്നു. 1973 ആദ്യമായി കണ്ടുപിടിച്ച ഗോൾഡൻ പോയിസൺ ഡാർട്ട് തവള വിഷത്തവളയുടെ ഏറ്റവും വലിയ ഇനങ്ങളിൽ ഒന്നാണ്. പാമ്പുകളെ പോലെയോ ചിലന്തികളെ പോലെയോ കടിക്കുമ്പോഴല്ല ഇവയുടെ വിഷം മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്, മറിച്ച് ഈ തവള അതിന്റെ ചർമ്മത്തിലൂടെ നേരിട്ട് വിഷം സ്രവിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ അപകടകാരികളാകുന്നതും. മുറിവിലൂടെയോ മറ്റേതെങ്കിലും തരത്തിലോ ഈ വിഷം മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിച്ചാൽ പിന്നെ ജീവൻ തിരിച്ചുപിടിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനാൽ ഇവയെ സ്പർശിക്കുന്നത് പോലും അപകടമാണ്. ഹൃദയത്തെയും നാഡീവ്യവസ്ഥയും ബാധിക്കുന്ന ഒരു കാർഡിയോ ന്യൂട്രോക്സിൻ ആണ് ഇതിന്റെ വിഷം. വിഷബാധയേറ്റാൽ തൽക്ഷണം പക്ഷാഘാതം ഉണ്ടാവുകയും 10 മിനിറ്റിനുള്ളിൽ മരണം സംഭവിക്കുകയും ചെയ്യും എന്നാണ് വിദഗ്ധർ പറയുന്നത്. ശരാശരി 6 മുതൽ 10 വർഷം വരെ ആയുസ്സുള്ള ഇവയ്ക്ക് നിലവിൽ ആവാസ വ്യവസ്ഥയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നതെന്നും ഗവേഷകർ പറയുന്നു. മഴക്കാടുകളുടെ നാശം കാരണം ഇവയുടെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. കൊളംബിയയിലേതിന് സമാനമായ രീതിയിലുള്ള മഴക്കാടുകളിലാണ് ഇവ കൂടുതലായും കാണപ്പെടുന്നത്. തെക്കേ അമേരിക്കയിലെ എംബറാചോക്കോ ഗോത്രക്കാരാണ് ഗോൾഡൻ പോയിസൺ ഡാർട്ട് തവളകളെ ഉപയോഗിച്ചിരുന്നത്. ഇവർ മൃഗങ്ങളെ വേട്ടയാടാനും മറ്റു മനുഷ്യരിൽ നിന്നുള്ള സംരക്ഷണത്തിനും തവളകളുടെ വിഷം ഉപയോഗിച്ചിരുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.